Hi guys, once again welcome back. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടിസിനെ പറ്റിയാണ്. ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് സോഷ്യൽ സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആർട്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിലൊരു സംശയമില്ല, ദാറ്റ് ഈസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ടിസ്. നമ്മൾ തന്നെ ഷോർട്ടാക്കി ടിസ് എന്ന് വിളിക്കാറുണ്ട്. ടിസ് ഇപ്പോൾ അണ്ടർ CUT അണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ടിസിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ബേസിക് ആയി നിങ്ങൾ ടിസിനെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ബേസിക്കലി സോഷ്യൽ സയൻസ് പഠിക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി സോഷ്യൽ വർക്ക് പോലത്തെ മറ്റ് പല കോഴ്സുകൾക്കും ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ ടിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്ലേസ്മെന്റാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തിൽ വരെ നമുക്കറിയാം, പിന്നെ ടിസിന്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആഫ്റ്റർ കോഴ്സ്, അപ്പൊ എസ്പെഷ്യലി MSc കോഴ്സ് ആട്ടോ. നമ്മൾ BSc കഴിഞ്ഞാൽ MSc ആണ് എടുക്കാം. MSc കഴിഞ്ഞാൽ 100% എന്താണ് പിന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന, അത് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഒരുപാട് സാധ്യതകൾ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്താ ടിസ് അഥവാ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് വൈ ചൂസ്, നമുക്ക് എന്തുകൊണ്ട് ടിസ് എടുക്കാം? അതിൽ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ. എ ഡിഗ്രി വിത്ത് സ്ട്രോങ് നാഷണൽ ലെവൽ ബ്രാൻഡ് വാല്യൂ. ഇപ്പൊ ടിസിൽ പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ ടിസിലാണ് പഠിച്ചത് എന്നൊരു ചോദ്യം, അതായത് ടിസിനെ പറ്റി അറിയുന്ന ആളുകൾ എന്ത് ചെയ്യും, നിങ്ങൾ അപ്പൊ അത്രത്തോളം എന്താണ് ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്താ ടിസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സ്ട്രോങ് അക്കാഡമിക് ക്രെഡിബിലിറ്റി ആൻഡ് നാഷണൽ റെക്കഗ്നിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു അക്കാഡമിക് ഇതിനുണ്ട്, നല്ലൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ടിസിലാണ് പഠിച്ചിറങ്ങിയത്. അപ്പൊ കാരണം അവിടെ നടക്കുന്ന പ്രോഗ്രാംസും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് തന്നെയാണ്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ആസ് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് അത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ അവിടെ പ്രധാനമായും നമുക്ക് സിവിൽ സർവീസ്, സോഷ്യൽ ഡെവലപ്മെന്റ് സെക്ടേഴ്സ്, അതുപോലെ NGO വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, സിവിൽ സർവീസിലേക്ക്, പബ്ലിക് പോളിസി, ഗവൺമെന്റ്സിലേക്ക് പോകുന്ന ആളുകൾ, അക്കാഡമിക് ആൻഡ് അപ്ലൈ റിസർച്ച്, റിനൗൺ ഫോർ ദ പ്രാക്ടീസ് ഓറിയന്റഡ് ഫീൽഡ് വർക്ക്. അതായത് നമ്മുടെ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടാണോ ഇത്തരം ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇത്തരം കരിയർ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദ ബെസ്റ്റ് പ്ലേസ് ആണ് ടിസ്. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ഓർമ്മയുണ്ടായിരിക്കുക. ഒരു സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ലൈക്ക് നമ്മൾ എന്താ പറയുക, NIT, IIT എന്നൊക്കെ സയൻസ് പറഞ്ഞ ആളുകൾക്ക് പോകാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മാത്രമല്ല, എല്ലാവർക്കും പോകട്ടെ. ഞാൻ ഹ്യൂമാനിറ്റീസുകാർക്ക് കുറച്ചും കൂടി പ്രിവിലേജ് എന്ന രീതി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏത് ആളുകൾക്കും പ്ലസ് 2 കഴിഞ്ഞ ഏത് ആൾക്കും എന്ത് ചെയ്യാം, ഇവിടേക്ക് പോകുന്നതാണ്. റെഡി. ഇനി 1936 എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് ആൻഡ് വൺ ഓഫ് ദ ഇന്ത്യസ് ടോപ്പസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ സയൻസിന്റെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ എന്തിനാണ് ആളുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനമായും സോഷ്യൽ വർക്ക്, പബ്ലിക് പോളിസി മേക്കിംഗ്, അതായത് കുറച്ച് പബ്ലിക് പോളിസി, പൊതു സംവിധാനവുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ സ്റ്റഡീസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ നാടിന്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാമൂഹ്യമായ പല മേഖലയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഗവൺമെന്റ് പ്രോജക്റ്റുകൾ തന്നെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ഭാഗമായ ഒരു സോഷ്യൽ വർക്ക്, സാമൂഹ്യ എന്താ പറയുക, സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് മേഖലയിലേക്ക് നന്നായി ഫീൽഡ് വർക്കാണ്. പല സ്ഥലങ്ങളിൽ പോയി അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ആ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഒരു ദ ബെസ്റ്റ്, ആ ഒരു മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ദ ബെസ്റ്റ് സ്ഥലം തന്നെയാണ് എന്താ ടിസ്. ഇനിയിപ്പോൾ UG അഡ്മിഷൻ ത്രൂ നമുക്കറിയാം, CUT UG ത്രൂ ആക്കിയിട്ടുണ്ട്. ഹൈലി കോമ്പറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രിഫറൻസ് സ്റ്റുഡൻറ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ ഇമ്പാക്ട്, പബ്ലിക് പോളിസി, ഡെവലപ്മെന്റ് സെക്ടർ, റിസർച്ച് ആൻഡ് ഫീൽഡ് വർക്ക്, ഇതിനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം. കാരണം ഇതാണ് ഇതിന്റെ മെയിൻ. ടിസിന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കാണ് ടിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ. വേറെ ഒരുപാടുണ്ട്, എന്നാലും നമുക്കൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കിയാൽ നമുക്ക് അത് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ടിസിന്റെ ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒന്ന് മുംബൈയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസ് മുംബൈയാണ്. മെയിൻ ക്യാമ്പസ് മുംബൈയിലാണ്. അപ്പോൾ ഇവിടെ മുംബൈ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കാൻ, മുംബൈയിലോ, നമ്മൾ ഇവിടെ മുംബൈയിലേക്ക് പോയി പഠിക്കുക, മുംബൈ ഭയങ്കര സീനല്ലേ. അത് നമ്മൾ ചുമ്മാ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മലയാളം സിനിമയിലൂടെയും മറ്റു പല കാര്യത്തിലൂടെയും മുംബൈ ഒരു അണ്ടർവേൾഡ് ഡോണിന്റെ സ്ഥലമാണ് എന്ന രീതിയിൽ വെറുതെ ഒരു പോർട്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ആസ് എ മുംബൈ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഒരു യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ദ ബെസ്റ്റ് പ്ലേസ് ആണ്. ഒരുപാട് മലയാളീസ് അവിടെ ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. മുംബൈ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരിക്കലും ആ ലെവലിൽ നമ്മൾ അതിനെ കാണരുത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് അവിടെ പഠിച്ച കുട്ടികളെ പല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണാം, എക്സ്പീരിയൻസ് വീഡിയോസ് ചെയ്ത് കാണാം. അതിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദ ബെസ്റ്റ് പ്ലേസ് ആണ്. മലയാളികൾക്ക് ആർക്കും അവിടെ പഠിക്കും. ഒരുപാട് മലയാളീസ് ഉണ്ട്, ഒരുപാട് മലയാളി കമ്മ്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വിചാരിച്ചാൽ നമ്മൾ അന്യന്മാരൊന്നാവില്ല, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യാൻ കഴിയും, പഠിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ BS വന്ന ബാച്ചുലർ സോഷ്യൽ വർക്ക് 4 വർഷമാണ്. ഫീൽഡ് വർക്ക്, എക്സ്പോഷർ, NGO ഡെവലപ്മെന്റ് സെക്ടർ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അത് UPSC, പബ്ലിക് പോളിസി ആസ്പിറൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്ത് സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ BS അനാലിസിസ്, സസ്റ്റൈനബിൾ സ്റ്റഡീസ് ഉണ്ട്. ഡാറ്റ അനാലിസിസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, സസ്റ്റൈനബിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് പിന്നെ എന്താണ്, പിന്നെ മഹാരാഷ്ട്ര രണ്ടാമത്തെ തുൽജാപൂർ, മഹാരാഷ്ട്രയുടെ അടുത്ത ക്യാമ്പസ് വരുന്നത്. അതും തന്നെ സെയിം സാധനമാണ്. BSW 4 years ഉണ്ട്. പിന്നെ റൂറൽ ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തിട്ടാണ്. കമ്മ്യൂണിറ്റി ബേസ്ഡ് ലേണിംഗ്, സ്ട്രോങ് ഗ്രാസ് റൂട്ട് എക്സ്പോഷർ, അതായത് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഓരോ പ്രൊജക്റ്റ് നമുക്ക് തരും, അതൊക്കെ പഠിച്ച് അതൊക്കെ കൃത്യമായ രീതിയിൽ, അതായത് അത്തരം മേഖലയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് ഇത് വേറെ തന്നെ ഒരു സാധനം കേട്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ചില രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, എല്ലാവരുടെയും സർവീസ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവർക്ക് ആ സർവീസ് മെന്റാലിറ്റിയോട് കൂടി അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ എന്ത് കിട്ടും, സാലറി പോലെ എന്താണ് അവർക്ക് സാലറിയും കിട്ടും അല്ലേ. ഇനി BA സോഷ്യൽ സയൻസ് ഉണ്ട്. അതിൽ പിന്നെ
ഡിസിപ്ലിൻ പ്രോഗ്രാംസ് ആണ്. സോഷ്യോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പിന്നെ കൂടി UPSC ഹയർ സ്റ്റഡീസിനൊക്കെ നോക്കുന്ന ആൾക്കും അത് യൂസ്ഫുൾ ആയിട്ടാണ്. പക്ഷെ ഞാനിതിൽ BSW ആണ് എപ്പോഴും എന്ത് ചെയ്യുക പറയാം, സോഷ്യൽ സയൻസ് അവിടെ ഉണ്ട്. പിന്നെ പിന്നെ ഗുവാഹത്തി ക്യാമ്പസിലും സോഷ്യൽ സയൻസ് ആണ് 4 വർഷത്തേക്കുള്ളത്. പിന്നെ നമ്മൾ കരിയർ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക്, പോളിസി അനാലിസിസ്, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ മേഖലയും എത്താൻ വേണ്ടി സാധിക്കും. അതിലെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് MA എടുക്കാം, MSW എടുക്കാം, MPH ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഒരു സോഷ്യൽ വർക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, പിന്നെ MSW കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു മേഖലയിൽ അത്രയും പാഷനേറ്റ് നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നല്ല ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ പഠിച്ചിറങ്ങുമ്പോഴേക്കും നിങ്ങൾ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഫോർ മോർ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ ആഗ്രഹിക്കുന്ന, ടിസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എജുപോണ്ട കോഴ്സ് താഴെ കാണുന്ന ലിങ്കിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്.